بسم الله والحمد لله نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് അമീനു ശരിയ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ബദറുസാദാത്ത് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകൾ, മറ്റ് ഞങ്ങളുടെ കൂടെ ഈ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, അതേപോലെ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി അവറുകൾ, മുഹമ്മദ് ഹുസൈൻ സയ്യിദ് അവറുകൾ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, അബൂ ഹനീഫ് അൽ ഫൈസി തന്നല ഉസ്താദ്, അലി അബ്ദുള്ള, മജീദ് കക്കാട്, മുസ്തഫ മാസ്റ്റർ കോടൂര്, മുഹമ്മദ് പറവൂര് തുടങ്ങി ഈ ജാഥയിൽ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കൾ, ഈ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ കടന്നെത്തിയപ്പോൾ ഞങ്ങളെ വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വീകരിച്ച കോട്ടയം ജില്ലയിലെ ജമിയത്തുൽ ഉലമയുടെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും ജമിയത്തുൽ മുഅല്ലിമിൻ്റെയും SMA-യുടെയും നേതാക്കൾ, പ്രവർത്തകർ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ചെയർമാൻ പ്രസിഡന്റ് തോമസ് ചേട്ടൻ അവറുകൾ, അദ്ദേഹം ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളോട് കാണിച്ച ഒരു ആദരവും ഞങ്ങളോട് കാണിച്ചൊരു സ്നേഹവും കൂറും ഞാൻ ആലോചിച്ചു പോയി. വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ നമ്മൾ ചെല്ലുന്നത് ഒരു പക്ഷേ അവിടെയുള്ള ആളുകളുടെ സഹായത്തിന് വേണ്ടിയാണെങ്കിലും അറബികളുടെ സംസ്കാരം എന്ന് പറയുന്നത് അതിഥികളെ വല്ലാതെ സംസ്കരിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരു സംസ്കാരമാണ്. അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും, ചെന്നാൽ അവർ നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കും. തിരിച്ചു വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ സമീപത്തോളം വന്ന് യാത്രയേക്കും. ആ ഒരു അറബി സംസ്കാരം പൂർണ്ണമായി ഉൾക്കൊണ്ട് സ്വീകരിച്ച തോമസ് ചേട്ടൻ താഴെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി 2 വാക്ക് സംസാരിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അത് ഞങ്ങളുടെയും ഒരു കടപ്പാടാണ്. എപ്പോഴും മല്ലം യസ്കുരിന്നാസ ലം യസ്കുരില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ആശയമാണ്. മനുഷ്യർക്ക് നന്ദി വേണം, അപ്പോഴേ പടച്ചവന് നന്ദിയുള്ളവനാവുള്ളൂ. ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ പടച്ചവനോട് നന്ദിയുള്ളവനാവില്ല. എല്ലാ ജനങ്ങളുടെയും സഹകരണം കൊണ്ടാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ധാന്യം, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ആ ഫ്രൂട്ട്സ് അത് കൃഷി ചെയ്തുണ്ടാക്കുന്ന ആളുകളോട് നമുക്ക് കടപ്പാടില്ലേ? അത് കൃഷി ചെയ്തുണ്ടാക്കുന്നവർ എത്ര അധ്വാനിച്ചാണത് കൃഷി ചെയ്യുന്നത്. അത് കൃഷി ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഉദാഹരണത്തിന് നെല്ലാണെങ്കിൽ
വയൽ ഉഴുതി മരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാക്ടർ, അല്ലെങ്കിൽ പഴയ കാലത്ത് കരിയുന്നകോ, അത് നിർമ്മിച്ച ഇരുമ്പ്, ആ ഇരുമ്പ് ഭൂമിയിൽ നിന്ന് കണ്ടെടുത്ത ഭൂഗർഭശാസ്ത്രജ്ഞന്മാരോട് നമുക്ക് കടപ്പാടില്ലേ? അത് ശുദ്ധീകരിച്ച ഫാക്ടറിയോട് നമുക്ക് കടപ്പാടില്ലേ? ആ ഫാക്ടറിക്ക് വേണ്ടി വലിയ ധനം ചെലവഴിച്ച അതിൻ്റെ ഉടമസ്ഥനോട് കടപ്പാടില്ലേ? അവിടെ ജോലി ചെയ്ത ആയിരക്കണക്കിന് തൊഴിലാളികളോട് നമുക്ക് കടപ്പാടില്ലേ? എന്തിനധികം പറയണം, നമ്മളിപ്പോൾ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ സദസ്സിൽ വന്ന്. കാരണം നമ്മൾ മനുഷ്യരാണ്. മൃഗങ്ങളാകുമ്പോൾ അവകൾ അതിൻ്റെ നഗ്നത മറക്കാറില്ല. അതുപോലെയല്ലല്ലോ മനുഷ്യൻ. മനുഷ്യനാകുമ്പോൾ നഗ്നത മറച്ചിരിക്കും. ഈ വസ്ത്രം നെയ്തുണ്ടാക്കിയവരോട്, അത് നിർമ്മിച്ച ഫാക്ടറിയോട്, അവിടെയുള്ള തൊഴിലാളികളോട്, അത് കൊണ്ടുവന്ന് വിൽക്കുന്ന തുണിക്കടക്കാരോട്, അതവിടെ എത്തിച്ച വാഹനം ഓടിച്ച ഡ്രൈവറോട്, ആ വാഹനം നിർമ്മിച്ച ഫാക്ടറിയോട്, ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദിനേന ഉപയോഗിക്കുന്ന വസ്തുക്കളും ഉപകരിക്കുന്ന വസ്തുക്കളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജനങ്ങൾ, അത് കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, ഹൈന്ദവർ മാത്രമല്ല, മതമുള്ളവർ മാത്രമല്ല, മതമില്ലാത്തവർ മാത്രമല്ല, സർവ്വജനങ്ങളുടെയും സഹകരണം കൊണ്ടല്ലേ മനുഷ്യൻ ഇവിടെ മാന്യമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയാണ് മാറ്റി നിർത്താൻ സാധിക്കുക? ആ മനുഷ്യർക്കൊപ്പം മനുഷ്യന്റെ മനസ്സും കൂടി ഇണങ്ങി വന്നാൽ എത്ര പുരോഗതിയായിരിക്കും, എത്ര വലിയ ഉന്നതമായ സംസ്കാരമായിരിക്കും നമ്മുടെ രാജ്യത്തിന് നേടാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഉപകാരം ചെയ്യുന്നതിലും, അതേപോലെ കാരുണ്യം ചെയ്യുന്നതിലും, സഹായിക്കുന്നതിലും, സഹകരിക്കുന്നതിലും, ചേർന്ന് നിൽക്കുന്നതിലും എല്ലാവരും മനുഷ്യർക്കൊപ്പമാവുക. മനുഷ്യർക്കൊപ്പമാകുമ്പോൾ മനുഷ്യ ജീവിതത്തിന് വേണ്ടി ലോകസൃഷ്ടാവ് സൃഷ്ടിച്ച ജീവികളാണ് ഇവിടെയുള്ള എല്ലാ ജീവികളും. നേരത്തെ മഹാനായ ഉസ്താദ് അവറുകൾ നായയെ സംബന്ധിച്ച് പറഞ്ഞു. നായ അത് മതത്തിന്റെ ഒരു നിയമമാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. അതൊരു നിയമമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിസർജിച്ചാൽ ആ സ്ഥലം കഴുകണം എന്ന നിയമമുണ്ട്. അതിന്റെ അർത്ഥം ആ സ്ഥലത്തോട് നമുക്കെന്തെങ്കിലും വിരോധമുണ്ട് എന്നല്ല. അതുകൊണ്ട് തന്നെ നായയെ കല്ലെറിയാൻ പാടില്ല, നായയെ ഉപദ്രവിക്കാൻ പാടില്ല. കടിക്കുന്ന നായയാണെങ്കിൽ അതിനെ കൊല്ലാമെന്നും മതത്തിൽ നിയമമുണ്ടെങ്കിലും രാജ്യത്ത് അതിന് നിയമം അനുവദിക്കുന്നില്ല. രാജ്യത്തിന്റെ നിയമം സ്വീകരിച്ച് ജീവിക്കണമെന്ന് മതത്തിലൊരു നിയമമുണ്ട്. അതിനാൽ ഇന്ന് നമുക്ക് കടിക്കുന്ന നായയെയും കൊല്ലാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ആ നായ പലവിധമുണ്ട്. പോലീസ് നായയുണ്ട്. അത് വലിയ വലിയ കേസുകൾ തെളിയിക്കുന്ന നായയാണ്. അതിന് നല്ല വിവരവും ബുദ്ധിയുമുണ്ട്. പല കേസുകളും അത് തെളിയിക്കുന്നുണ്ട്. അതിന് വലിയ ആദരവ് നൽകപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ ജീവനൊടുങ്ങിയാലും സല്യൂട്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഒരു നായയുണ്ട്. എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ വലിയ ഒരു മഹത്വം പരിശുദ്ധ ഇസ്ലാമിൽ അൽ കൽബുൽ മുഅല്ലം എന്ന് പറയുന്ന പഠിപ്പിക്കപ്പെട്ട നായയുണ്ട്. അത് വേട്ട പഠിപ്പിക്കപ്പെട്ട നായയാണ്. ആ നായ ഒരു വേട്ടമൃഗത്തെ പിടിച്ചുകൊണ്ടുവരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഉടമസ്ഥൻ നായയെ മൃഗത്തെ പിടിക്കാൻ വേണ്ടി വിടുന്നു. അതൊരു വേട്ടമൃഗത്തെ അത് പിടിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ജീവൻ ഒടുങ്ങിപ്പോയി. ആ ജീവിയെ അറുക്കാൻ കിട്ടിയില്ല. എന്നാൽ അത് തിന്നാമോ? പണ്ഡിതന്മാർ പറയുന്നത് തിന്നുന്നതിന് വിരോധമില്ല. കാരണം അതൊരു കേവലം നായയല്ല, അത് പഠിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസമുള്ള നായയാണ്. വേട്ട പഠിപ്പിക്കപ്പെട്ട നായയാണ്. അത് കൊണ്ടുവന്നത് അറുക്കാതെ തന്നെ തിന്നാൻ പറ്റും. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നായകൾ തമ്മിൽ ഒരു സംവാദം നടന്നു. ഒന്ന് വേട്ടയാടുന്ന നായയാണ്,
വേറെയൊന്ന് ഒരു തെരുവ് നായയാണ്. തെരുവ് നായ വേട്ടനായയോട് പറഞ്ഞു, നീ എന്തിനാണ് ഇത്ര അന്തസ്സിൽ ജീവിക്കുന്നത്? ഈ രാജാക്കന്മാരെ കൂടെയും മുതലാളിമാരെ കൂടെയൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ ജീവിച്ചാൽ പോരെ, നിനക്കെന്തിനാ ഇത്ര ഒരു ബഹുമാനം എന്തിനാ? അപ്പോൾ ഈ വേട്ടനായ ഈ നായയോട് പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. നീ ധാരാളം മൃഗങ്ങളെ പിടിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. അതെ, നീ പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മൃഗത്തെയും പിടിക്കാറില്ല. ഞാൻ അങ്ങനെയല്ല. ഞാൻ പിടിക്കുന്ന മൃഗങ്ങൾ എനിക്ക് വേണ്ടിയല്ല. ഞാൻ പിടിക്കുന്ന വേട്ടമൃഗങ്ങളെ ഞാൻ പിടിച്ചാൽ ഞാൻ അതിൽ നിന്ന് ഒരിഞ്ച് പോലും കഴിക്കൂല. അതങ്ങനെ തന്നെ ഉടമസ്ഥന് കൊണ്ടു കൊടുക്കും. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. നീ അങ്ങനെയല്ല, സ്വന്തത്തിൽ ധാരാളം തിന്നുക എന്നതാണ്. അതുകൊണ്ട് അക്രമുനി വഅല്ലമുനി, സമൂഹം എന്നെ ബഹുമാനിച്ചു, ആദരിച്ചു. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന് സർവ്വമതക്കാരും മതമില്ലാത്തവരും ആദരവ് നൽകുന്നു. എന്തുകൊണ്ടാണത്? സമൂഹത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. അവിടെ മതവ്യത്യാസമില്ല, അതുപോലെ മറ്റ് അന്തരങ്ങളില്ല. അതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ അനുഭവിച്ചവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. ഞാനതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഈ അങ്ങാടിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായകളുണ്ടല്ലോ, ആ നായകളും പടച്ചവൻ സൃഷ്ടിച്ചത് ഉപകാരത്തിന് വേണ്ടിയാണ്. നിങ്ങൾ കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ കാണാറില്ലേ? കാർപ്പറ്റിലുള്ള എല്ലാ ദുഷിച്ച സാധനങ്ങളും അതങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങുകയാണ്. ഇതുപോലെ ഒരു കല്യാണ വീട്ടിൽ അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി എറിഞ്ഞ ഒരു സ്ഥലം, എങ്കിൽ ഒരു ഹോട്ടലിന്റെ പിന്നിൽ അത് എറിഞ്ഞ ഒരു സ്ഥലം, അവിടെയുള്ള ആ ഭക്ഷ്യവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ നാറിയിട്ട് പിന്നെ അതിലെ ആർക്കും വഴിപോകാൻ കഴിയില്ല. പക്ഷേ അവിടെ നമ്മുടെ ഈ നായകൾ എത്തുന്നു. അങ്ങനെ തെരുവു നായകൾ അവിടെ വന്ന് കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ പോലെ അത് മുഴുവനും അത് തിന്ന് വയറ്റിലാക്കുന്നതിനാൽ നാറാത്ത ഒരു സമൂഹത്തിൽ, നാറാത്ത ഒരു സദസ്സിലായി അല്ലെങ്കിൽ ഒരു റോഡിലായി നമുക്ക് ജീവിക്കാൻ കഴിയും. ആകയാൽ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവികളും മനുഷ്യ നന്മക്ക് വേണ്ടിയാണ്. പക്ഷെ നിയമങ്ങളുണ്ടാകും. നിയമം മറ്റൊന്നാണ്. നിയമത്തിന്റെ റൂട്ടിൽ പോകും എല്ലാ ജീവികളും. അതുകൊണ്ടാണ് നേരത്തെ മഹാനായ ഉസ്താദ് വർകൾ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ പണ്ഡിതൻ പഠിക്കാൻ വേണ്ടി കുറേയേറെ നാഴിക യാത്ര ചെയ്തുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോയി. ഒരു മഹാപണ്ഡിതനായ ഹാഫിദിന്റെ അടുത്തെത്തി ഖുർആനും ഹദീസും മനപ്പാടമാക്കിയ മഹാൻ. നേരെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു നായക്ക് പത്തിരി മുറിച്ചു കൊടുക്കുകയായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. പിന്നെ കൂടുതലൊന്നും സംസാരിച്ചില്ല. ആ നായക്ക് ഇങ്ങനെ പത്തിരി മുറിച്ചിട്ട് കൊടുക്കൊണ്ടിരിക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മനസ്സിലൊരു ചെറിയ വിഷമം. ഇത്രയും നാഴിക അകലെ നിന്ന് ഇത്രയും വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇനിയും പഠിക്കാൻ വന്ന എന്നെ വേണ്ടതുപോലെ പരിഗണിച്ചില്ലല്ലോ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ആ പണ്ഡിതൻ വിളിച്ചു. യാ അഹ്മദ്, അഹ്മദേ, നിങ്ങൾ എൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അർളുനാ ഹാദിഹി ലൈസ ഫീഹാ കിലാബ്, ഈ പ്രദേശത്ത് ഒറ്റ നായയില്ലാത്തൊരു പ്രദേശമാണ്. ഇവിടെ ഒരു ഒറ്റപ്പെട്ട നായ എത്തിപ്പെട്ടു. അതിന് ഭക്ഷണം കിട്ടിയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതിന് ഞാൻ പത്തിരി മുറിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ എത്തിയത്. നിങ്ങൾ വന്നപ്പോ നിങ്ങളെ പരിഗണിച്ച് ആ നായയെ ഞാൻ അവഗണിച്ചാൽ ലോകസട്ടാവായ പടച്ചവന്റെ അടുക്കൽ എന്റെ ആഗ്രഹം മുറിഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അതേ അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഹദീസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മൻ ഖതഅ റജാഅ മൻ ഇർതജാഹു ഖതഅ അല്ലാഹു റജാഅഹു യൗമൽ ഖിയാമ. ഒരാളുടെ ആഗ്രഹം മുറിച്ചു കളഞ്ഞാൽ, ആശ മുറിച്ചു കളഞ്ഞാൽ, ആ മുറിച്ചു കളയുന്നവന്റെ ആഗ്രഹം പാരത്രിക ലോകത്ത് അല്ലാഹു മുറിച്ചു കളയും എന്നൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, അത് മനുഷ്യരോട് മാത്രമല്ലല്ലോ, എല്ലാ ജീവികൾക്കും അതിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ. ഇത് ഭക്ഷണത്തിന്റെ ആവശ്യമല്ലേ, അത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. അത് ഞാൻ നിർത്തിയാൽ
ഈ മൃഗത്തിന്റെ, ഈ നായയുടെ ആഗ്രഹം മുറിച്ചതിന്റെ പേരിൽ എന്റെ ആഗ്രഹം പടച്ചവൻ മുറിച്ചു കളയുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്ര നാഴിക അകലെ നിന്ന് വന്നാൽ എന്താണ്, ഈ എത്ര കഷ്ടപ്പെട്ടാൽ എന്താണ്, ഈ ഒരൊറ്റ ഹദീസ് മതി എന്റെ എല്ലാ അധ്വാനവും മുതലാകാൻ എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസമാണ്, അറിവാണ്, സംസ്കാരമാണ്, അതേ മനുഷ്യന് മനുഷ്യത്വമാണ്, മനുഷ്യനെ ചേർത്ത് പിടിക്കാനുള്ള ആശയങ്ങളാണ് മനുഷ്യനാവശ്യം. അത് പ്രചരിപ്പിക്കുകയാണ് നമ്മുടെ ഈ കേരള യാത്രയുടെ മർമ്മപ്രധാനമായ ലക്ഷ്യം. അത് അങ്ങനെ പ്രബോധനം ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഇൻഷാ അല്ലാഹ് 16-ാം തീയതി തിരുവനന്തപുരത്ത് ഇത് അവസാനിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഈ കേരളത്തിൽ ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും അവിടെ വരാൻ ഒരുങ്ങി നിൽക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതേ, നിങ്ങളെല്ലാവരെയും അവിടേക്കും ക്ഷണിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും ഇവിടെയുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും, ഞങ്ങളെ ഇവിടെ സ്വീകരിച്ച മുസ്ലിം അമുസ്ലിം ഭേദമന്യേ സ്വീകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾക്കും ഞങ്ങളുടെ സർവ്വ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും വിദേശത്തുള്ള ICF-ന്റെ പ്രവർത്തകർക്കും അതേ RC-യുടെ പ്രവർത്തകർക്കും നാട്ടിലുള്ള പ്രവർത്തകർക്കും എല്ലാ സഹായികൾക്കും സഹകാരികൾക്കും എല്ലാ മതങ്ങളിലുള്ളവർക്കും നീ നന്മ നൽകണം റഹ്മാനെ. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതകാലം മുഴുക്കെ മഹാനായ സുൽത്താനുൽ ഉസ്താദ് അവറുകളെ പിന്തുടർന്നുകൊണ്ട്, അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരു എളിയവനാണ് ഞാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് പഠിപ്പിച്ച ആശയം മുറുകെ പിടിച്ച് ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആശയമാണ് മരണപ്പെട്ടു പോയവർക്കൊപ്പവുമായിരിക്കണം നമ്മൾ, മരിച്ചവരെ മറന്നുപോകാൻ പാടില്ല. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. ഇന്നത്തെ ഈ രാത്രി നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരനുസ്മരണയുള്ള യാത്രയാണ്. കാരണം ബഹുമാനപ്പെട്ട മുഹരിറുൽ മദ്ഹബ് ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവാവി, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നടന്ന ഒരു രാത്രിയാണ് ഈ റജബ് 24-ാം രാവ്. ഓ സുഹൃത്തുക്കളെ, അത് ബുധനാഴ്ച രാവായിരുന്നു. ഇത് ബുധനാഴ്ച രാവാണ്. റജബ് മാസത്തിലുള്ള 24-ാം രാവാണ്. നിങ്ങളെല്ലാം തിരിച്ചു പോകുന്ന സമയത്ത് ഹിജറ 676-ൽ വഫാത്തായ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും, കഴിയുമെങ്കിൽ ഒരു യാസീനെങ്കിലും ഓതി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നത് അത് കടപ്പാട് കൊണ്ടാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് കൊണ്ടാണ് നമുക്ക് എത്രയോ ആശയങ്ങൾ കൃത്യമായി പഠിക്കാൻ സാധിച്ചത്. ആകെ 45 വർഷത്തോളം മാത്രം ജീവിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ലോകത്തെ മുഴുവനും വിസ്മയിക്കുന്ന വിധത്തിലുള്ള ധാരാളം വലിയ വലിയ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെ അവലംബിക്കാത്ത ആരുമില്ല. 4 മദ്ഹബിന്റെയുള്ള ഇമാമിങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന മഹാപണ്ഡിതനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്തായ ഒരു രാത്രിയാണിത്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലും നമ്മുടെ ജീവിതത്തിലും അല്ലാഹു തആല ഖൈർ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈ നഗരി പാലോട്ട് മൂസക്കുട്ടി ഹാജി എന്ന ഒരു മഹാപണ്ഡിതന്റെ പേരിലുള്ള നഗരിയാണ്. ഹാജി എന്നാണ് മഹാനവറുകളെ വിളിക്കപ്പെടാറുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിൽ വലിയ നിലക്ക് സഹകരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത പാലോട്ട് മൂസക്കുട്ടി ഹാജി കണ്ണൂർക്കാരനാണ്. ബഹുമാനപ്പെട്ടവർ അന്നത്തെ കാലത്ത് വലിയ വലിയ കിതാബുകൾ ശേഖരിച്ച് ആ കിതാബുകളിൽ നിന്ന് പഠിച്ച ഇൽമ് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും, അന്ന് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ, നിങ്ങളെ ഇവിടെയൊന്നും അത്തരം ശ്രമങ്ങൾ അങ്ങനെ ഇല്ല എന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഞങ്ങൾ ആ ഭാഗത്ത് അത്തരം ചില ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ വളരെ ശക്തമായി നിന്ന് ശരിയായ ഇസ്ലാം എന്താണ്, അത് തീവ്രവാദമല്ല, ഭീകരവാദമല്ല, വർഗീയതയല്ല, അക്രമമല്ല, തമ്മിലടിക്കലല്ല, പള്ളികളിൽ ഭിന്നിപ്പുണ്ടാക്കലല്ല, അങ്ങനെ കൃത്യമായ രീതിയിൽ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പാലോട്ട് മൂസക്കുട്ടി ഹാജി അവറുകൾ വഫാത്തായി
കാലം കുറെ കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിലെ പുല്ലൂക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ദർസിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോ മഹാനവറുകളെ വീട്ടിൽ പോയി ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ചിരുന്ന ശറഹ് മുസ്ലിം ഇമാം നബി റളിയല്ലാഹുവിന്റെ ശറഹ് മുസ്ലിമും അതുപോലെ ഇസ്മായിൽ ഹഖ് തങ്ങളുടെ റൂഹുൽ ബയാനും അതുപോലുള്ള ഒരുപാട് കിതാബുകൾ വിലക്ക് വാങ്ങിയ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ, ഒരു ചെറിയ മുതഅല്ലിമാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ പേരിലാണ് നമ്മുടെ ഈ നഗരി എന്നതും കൂടി ഓർമ്മപ്പെടുത്തി അവർക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.